ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്ന് നടന്ന പരീക്ഷയുടെ മാത്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ 33 മുതൽ 52 വരെ 20 ചോദ്യങ്ങളായിരുന്നു മാത്സിൽ നിന്ന് ചോദിച്ചത്. വെറും മനക്കണക്കായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതിൽ 33ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരി ഏത് എന്നാണ്. അതിൽ 9 × 6 54 എന്ന് പറയുന്ന സി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. 33 ഓപ്ഷൻ സി ആണ്. 34 20ൻ്റെയും 30ൻ്റെയും ഉസാഗ 10 ആണെങ്കിൽ അവയുടെ ലസാഗു എത്രയെന്ന ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ്, 60 ആണ് ആൻസർ. 35ാമത്തെ ചോദ്യം 3 ൽ 8ൻ്റെ 4 ൽ 3 ഭാഗം എത്രയാണ് എന്നാണ്. അപ്പം 3 ൽ 8 × 4 ൽ 3 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. 36ാമത്തെ ചോദ്യം 726 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയെന്നാണ്. അപ്പോൾ 726നെ 100 കൊണ്ട് ഭാഗിച്ചാൽ 7.26 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, ഓപ്ഷൻ എ. 37ാമത്തെ ചോദ്യം 8ൻ്റെ സ്ക്വയറും 9ൻ്റെ സ്ക്വയറിൻ്റെയും വില എന്ന് പറയുന്നത് 145 ആണ്. സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ മതിയാവും. ഓപ്ഷൻ ബി ആണ്. 38ാമത്തെ ചോദ്യം ഒരു ബാസ്ക്കറ്റ് ബോൾ കളിക്കാരൻ്റെ 6 കളികളുടെ ശരാശരി 18 പോയിൻ്റാണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി എത്രയെന്നാണ്. അപ്പോൾ 6 കൊണ്ട് 18നെ ഗുണിച്ചു, എന്നിട്ട് 25 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 19 ആണ്. ആവറേജ് 19 ആണ്. 39ാമത്തെ ചോദ്യം 64ൻ്റെ സ്ക്വയർ റൂട്ടും 100ൻ്റെ സ്ക്വയർ റൂട്ടും 18 ആണ്. ഓപ്ഷൻ ഡി 18 ആണ്. 39ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 18. 40ാമത്തെ ചോദ്യം ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്രയെന്നാണ്. അപ്പോൾ 300/1200 × 100 ആണ്. അപ്പോൾ ബി ആണ് ആൻസർ, 40. ബി 25%. 41ാമത്തെ ചോദ്യത്തിൽ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണാണ്. കോൺ 70 ഡിഗ്രിയാണ്. ഓപ്ഷൻ ബി 70 ഡിഗ്രി. 42ാമത്തെ ചോദ്യം ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത 15 km/h ആണ്. ഓപ്ഷൻ ഡി ആണ്. 43ാമത്തെ ചോദ്യം വില കാണാനാണ്. 5 + 3 ഭാഗം 2 × 2 + 4ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ 5 3 കൂടെ കൂട്ടുമ്പോൾ 8, 8നെ 2 കൊണ്ട് ഭാഗം 4, 4 16 4 20 ആണ്. ഓപ്ഷൻ എ ആണ്, 43. ഓപ്ഷൻ എ ആണ്. 44 താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 30 ആണ്. 4 6 8 10 വെച്ച് കൂടി പോവുകയാണ്. അപ്പോൾ 30 ആണ് ആൻസർ, ബി ആണ് ആൻസർ. 46ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക എന്നാണ്. അഭാജ്യ സംഖ്യകൾ സി ആണ്, 2 3 5 11. ഓപ്ഷൻ സി ആണ് ആൻസർ. 46 0 ഏത് തരത്തിലുള്ള സംഖ്യയാണെന്ന ചോദ്യം. പൂർണ്ണസംഖ്യ, എണ്ണൽ സംഖ്യ, രേഖീയ സംഖ്യ ഇവയെല്ലാമാണ്. ഓപ്ഷൻ ഡി ആണ്. 47ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്താനാണ്. 36 25 49 സ്ക്വയറുകളാണ്. 28 ഒന്നിൻ്റെയും സ്ക്വയർ അല്ല. അപ്പോൾ ഓപ്ഷൻ സി 47 സി ആണ്. 48ാമത്തത് താഴെ തന്നിരിക്കുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിൻ്റെ പേരെഴുതുക. പ്രൊട്രാക്ടറാണ്. ബി ആണ് ആൻസർ, ഓപ്ഷൻ ബി. 49ാമത്തെ ചോദ്യം സീതയ്ക്കമ്മളുടെ മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്. 2 പേരുടെയും കൂടെ വയസ്സുകളുടെ തുക 60 ആണ് എങ്കിൽ മകൻ്റെ വയസ്സ് 25 ആണ്. നമുക്ക് എക്സെറ്റ് ചെയ്യാം. x + 3x = 60. അപ്പോൾ സോൾവ് ചെയ്താൽ നമുക്ക് 15 എന്ന് കിട്ടും. 50ാമത്തെ ചോദ്യം ബസ് സ്റ്റാൻഡിൽ നിന്നും 10 AM പുറപ്പെടുന്ന ബസ് 1 PM ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ 3 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം 50ാമത്തെ ഓപ്ഷൻ ബി ആണ്, 3 hours ആണ്. 51ാമത്തെ ചോദ്യം 2 ൽ 3 കിലോഗ്രാമിൻ്റെ 10 മടങ്ങ് എന്ന് പറയുന്നത് 15 ആണ്. ഓപ്ഷൻ സി ആണ്, 15 മടങ്ങാണ്. 52ാമത്തെ ചോദ്യം 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥൻ മുന്നിൽ നിന്ന് 37ാമതാണെങ്കിൽ പിന്നിൽ നിന്നും എത്രാമതാണ്. 65നോട് 1 കൂട്ടി 37 കുറച്ചാൽ മതിയാവും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സി ആൻസർ 29 ആണ്. അങ്ങനെ 20 ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ആൻസർ ഒന്ന് കമ്പയർ ചെയ്യണം. നമ്മൾ വീണ്ടും കാണാം. താങ്ക്സ്.